ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ച് റഷ്യൻ പ്രതിനിധി രംഗത്തെത്തിയ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര യുദ്ധത്തിന് വഴി തുറന്നിരിക്കുകയാണ്. റഷ്യയുടെ അധീനതയിലുള്ള ലുഹാൻസ്ക് പീപ്പിൾസ് റിപ്പബ്ലിക്കിലെ ഒരു സ്കൂൾ ഡോർമെറ്ററിക്ക് നേരെ യുക്രൈൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രതിനിധി വാസിലി നെബൻസിയ സഭയിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയത്. പാശ്ചാത്യ ശക്തികളുടെ ഇരട്ടത്താപ്പിനെ പൂർണ്ണമായി തുറന്നു കാട്ടുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. റഷ്യൻ കുട്ടികൾക്കെതിരെ യുക്രൈൻ നടത്തുന്ന ക്രൂരമായ കുറ്റകൃത്യങ്ങളെയും ആക്രമണങ്ങളെയും പാശ്ചാത്യ ലോകം മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് നെബൻസിയ പരസ്യമായി കുറ്റപ്പെടുത്തി. മോസ്കോയ്ക്കെതിരെ മാത്രം നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ മണ്ണിൽ യുക്രൈൻ നടത്തുന്ന സമാനമായ ക്രൂരതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. ഈ ഏകപക്ഷീയമായ സമീപനം അന്താരാഷ്ട്ര വേദിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ലുഹാൻസ്കിലെ സ്കൂൾ ഡോർമെറ്ററിക്ക് നേരെ നടന്ന ഈ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് കുട്ടികളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിത കുറ്റകൃത്യമാണെന്നാണ് റഷ്യയുടെ വാദം. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് യുക്രൈൻ ഇത്തരം ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോരപ്പുഴയ്ക്ക് പിന്നിൽ യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കും തുല്യ പങ്കുണ്ടെന്ന് നെബൻസിയ UN സഭയിൽ തുറന്നടിച്ചു. സാധാരണക്കാരുടെ മരണവുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പുലർത്തുന്ന ഇരട്ടത്താപ്പ് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണെന്ന് റഷ്യൻ നയതന്ത്രജ്ഞർ ആരോപിച്ചു. റഷ്യയിൽ മാത്രമല്ല, ഇറാനിലും ഗാസയിലും നിരപരാധികളായ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ പാശ്ചാത്യ ലോകം പുലർത്തുന്ന മൗനം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ തെളിവാണ്. സ്വന്തം സഖ്യകക്ഷികളുടെ ക്രൂരതകളെ മറച്ചുവെക്കുകയും ശത്രുപക്ഷത്തെ എപ്പോഴും പ്രതികൂട്ടിലാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ശൈലി. ഗാസയിലും മിഡിൽ ഈസ്റ്റിലും തുടരുന്ന വംശഹത്യകൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങളാണെന്ന് റഷ്യ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. യുക്രൈന് വൻതോതിൽ ആയുധങ്ങൾ നൽകി യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന അമേരിക്കൻ നയം തന്നെയാണ് മറ്റ് അന്താരാഷ്ട്ര സംഘർഷ മേഖലകളിലും ദൃശ്യമാക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നതിനു പകരം ആയുധ കച്ചവടത്തിനും രാഷ്ട്രീയ മേധാവിത്വത്തിനുമാണ് അവർ പ്രാധാന്യം നൽകുന്നത്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന പ്രത്യേക സൈനിക നടപടിയെ ശക്തമായ ഭാഷയിലാണ് നെബൻസിയ UN സുരക്ഷാ കൗൺസിലിൽ പ്രതിരോധിച്ചത്. ഈ സൈനിക നീക്കം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതിർത്തിയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിനും അനിവാര്യമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത ഉപരോധങ്ങളും സൈനിക ഭീഷണികളും വകവെക്കാതെ തങ്ങളുടെ ലക്ഷ്യങ്ങളുമായി മോസ്കോ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ മുന്നോട്ട് വെച്ച സൈനികവും രാഷ്ട്രീയവുമായ എല്ലാ ലക്ഷ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ കൈവരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് നെബൻസിയ ലോകരാജ്യങ്ങൾക്ക് നൽകിയത്. യുക്രൈനെ മുൻനിർത്തി റഷ്യയെ തകർക്കാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഹം ഒരിക്കലും നടപ്പിലാകില്ല. കടുത്ത പ്രതിസന്ധികളെ അതിജീവിച്ച് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കാൻ റഷ്യൻ സൈന്യത്തിന് പൂർണ്ണ ശേഷിയുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ UN സെഷനിൽ ഉണ്ടായ കടുത്ത വാദപ്രതിവാദങ്ങൾ റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇനിയും വഷളാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര വേദികൾ പലപ്പോഴും ഇരുപക്ഷത്തിന്റെയും ശക്തി പ്രകടനങ്ങൾക്കും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്കുമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ഇത് ആഗോള സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുക്രൈനിലെ യുദ്ധം ആഗോളതലത്തിൽ വലിയൊരു സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഈ പുതിയ കടന്നാക്രമണം. റഷ്യൻ മണ്ണിലേക്ക് യുക്രൈൻ നടത്തുന്ന മിസൈൽ ആക്രമണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെയാണെന്നാണ് ക്രെംലിൻ വിലയിരുത്തുന്നത്. ഇത് നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ഭീതിയും ശക്തമാണ്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ തുടരുന്ന ഈ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഇത്തരം കടുത്ത നിലപാടുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ആക്രമണങ്ങൾ കടുക്കുകയാണ് ചെയ്യുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെയും പ്രതിരോധ തന്ത്രങ്ങളെയും പരീക്ഷിക്കുന്നതാണ് റഷ്യയുടെ ഈ പുതിയ വെല്ലുവിളി. ചൈന, ഇറാൻ തുടങ്ങിയ വൻ ശക്തികൾ ഈ വിഷയത്തിൽ റഷ്യയുടെ നിലപാടുകളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ കടന്നുകയറ്റങ്ങൾക്കെതിരെ ഒരു ബദൽ ചേരി രൂപീകരിക്കാൻ റഷ്യ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഈ UN പ്രസംഗം കൂടുതൽ ഊർജ്ജം നൽകും. ആഗോളതലത്തിൽ വൻ ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവ് കൂടുതൽ ശക്തമാകുന്നതായി ഇത് തെളിയിക്കുന്നുണ്ട്.
ലുഹാൻസ്കിലെ സ്കൂൾ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ റഷ്യൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ തോതിലുള്ള ജനരോഷം ഉയർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള ഈ ആക്രമണങ്ങൾക്ക് കടുത്ത തിരിച്ചടി നൽകണമെന്ന സമ്മർദ്ദം പുതിൻ ഭരണകൂടത്തിനു മേലുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ യുക്രൈനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യൻ സൈന്യം ആക്രമണം ശക്തമാക്കാൻ സാധ്യതയേറെയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ പുലർത്തുന്ന നിസ്സംഗതയും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. യുദ്ധമേഖലകളിലെ കുട്ടികളുടെയും സാധാരണക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമങ്ങൾ പൂർണ്ണമായി പരാജയപ്പെടുന്നതായാണ് കാണുന്നത്. റഷ്യൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ നൽകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. UN സുരക്ഷാ കൗൺസിലിൽ റഷ്യൻ പ്രതിനിധി നടത്തിയ ഈ തീപ്പൊരി പ്രസംഗം കേവലം ഒരു ആരോപണമല്ല, മറിച്ച് പാശ്ചാത്യ ലോകത്തിനു നേരെ മോസ്കോ ഉയർത്തുന്ന കടുത്ത വെല്ലുവിളിയാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ സൈനിക നടപടികളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന റഷ്യയുടെ പ്രഖ്യാപനം യുദ്ധം ഇനിയും നീണ്ടുപോകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വരും ദിവസങ്ങളിലെ സൈനിക നീക്കങ്ങളും നയതന്ത്ര ചർച്ചകളും ആഗോള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും.